എല്ലാ പേരൻസിനും അവരുടെ സ്വന്തം കുട്ടികള് നല്ല കുട്ടികളാണെന്നുള്ള ബോധമാണ്. അത് ആദ്യം മാറ്റിയെടുക്കണം. നമ്മളെ കുട്ടികളെ 100% വിശ്വസിക്കണം, പക്ഷെ 100% വിശ്വസിക്കണം. കൂടുതലും അവർ ഉപയോഗപ്പെടുത്തുക ഈ മുസ്ലിം കുട്ടികളാണെങ്കിൽ ആ റൂമിൽ നിസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നോമ്പെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മ ത്രൂ ആണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുക. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ വിഷയത്തില് പറയുകയാണെങ്കിൽ പെൺകുട്ടികളാണ് വലിയ വില്ലന്മാര്. അവരാണ് കൂടുതൽ കേരിയസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അവരെ മോണിറ്റർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഏത് ഭാഷക്കാരാവട്ടെ, ഏത് മതവിശ്വാസികളാവട്ടെ, കുട്ടികൾ 99% കുട്ടികൾ സേഫാണ്. അനുഗ്രഹ ടെക്സ്റ്റൈൽസിന്റെ ഉടമയാണ് ഉസ്മാൻ സാഹിബ്. അദ്ദേഹം KMCCയുടെ ഒരു ഭാരവാഹി കൂടിയാണ്. ബാംഗ്ലൂരു KMCCയുടെ. സാധാരണ കച്ചവടക്കാർ ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്ക് സമയം കളയാറില്ല. ഉപയോഗപ്രദമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ കച്ചവടം, അല്ലെങ്കിൽ ആ കച്ചവട ബന്ധവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനം. ഉസ്മാൻ സാഹിബ് അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. വളരെ നിഷ്കളങ്കനായ, വളരെ അർപ്പിതമായ മനസ്സോടുകൂടി നിരവധി സുഹൃത്തുക്കളോടൊപ്പം KMCCയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ബാംഗ്ലൂരിലെയൊക്കെ മയക്കുമരുന്നിന്റെ ലോകം സൃഷ്ടിക്കുന്ന ആ പ്രതിസന്ധികളെക്കുറിച്ച് പലപ്പോഴും എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തൂഫാൻ വന്നപ്പോഴാണ് അത് പറയാനൊരു വേദി കിട്ടിയത്. ഏതായാലും അതിൽ ചില ഗൗരവമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റായി തോന്നിയത് പലപ്പോഴും ഉപ്പമാർ, പിതാക്കന്മാർ സ്വപ്നം കാണുന്നത് തൻ്റെ മക്കൾ തൻ്റെ ശവമഞ്ചം പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഓർമ്മയാണ്. പക്ഷേ ഇവിടെ മക്കളുടെ ശവമഞ്ചം പിടിച്ചുകൊണ്ട് പോകുന്ന ഉപ്പമാരെ കണ്ട വേദന അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കേൾക്കണം മുഴുവനും. കാരണം മക്കളെ ദൂരേക്കൊക്കെ പഠിക്കാൻ വിട്ടവരും വിടാനിരിക്കുന്നവരും ഇനി കൊച്ചുമക്കളെയും വിടാനിരിക്കുന്നവരല്ലേ. അതുകൊണ്ട് കേൾക്കുക തന്നെ വേണം. ഈ ബാംഗ്ലൂർ സിറ്റി ഡ്രഗ് സർക്യൂട്ടിന്റെ ഒരു 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 ആവറേജ് ഏജ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം അതെങ്ങനെയാണെന്നാണ് ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഏജ് പറയുകയാണെങ്കിൽ ഒക്കെ ടീനേജേഴ്സ് ആണ്. ഇവിടെ നാട്ടിൽ നിന്ന് +2 ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അറൌണ്ട് ഇൻ ബിറ്റ്വീൻ 18 to 25. പിന്നെ ജോലി ആവശ്യാർത്ഥം വരുന്നത് ഈ 25 to 30, 32 ആ റേഞ്ചിൽ. അവരെ കേസുകളാണ് ഞങ്ങളിപ്പോൾ കൂടുതൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഡീൽ ചെയ്യുന്ന കേസിൽ ഈ അപകടങ്ങളും അത്തരം മരണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡ്രഗ്സിന്റെ സാന്നിധ്യം കാണുന്നത് എങ്ങനെ? സാധാരണ ഇപ്പം കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്ന രാത്രിയാ. രാത്രി ഈ കുട്ടികൾ എന്താ ഡ്രഗ്സ് അടിച്ചിട്ട് നൈറ്റ് ഡ്രൈവിന് പോകും. ആ പോകുന്ന സമയത്ത് ഒരു ബൈക്കിൽ 2-3 പേരൊക്കെ ഉണ്ടാവും. പിന്നെ ഓവർ സ്പീഡ്, അതുപോലെ ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്സിഡന്റ്, അതിൽ ഒരുപാട് പരിക്കിട്ട് മേജർ പരിക്ക് പറ്റിയിട്ട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണങ്ങളാണ് കൂടുതൽ സംഭവിക്കാറ്. ചെറിയൊരു ഭാഗം മാത്രമേ അതിൽ ജീവച്ഛവായിട്ട് രക്ഷപ്പെടാറുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രഗിന്റെ ഈ ഉപയോഗവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ പേരൻസിന്റെ ഭാഗത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ പേരൻസിനും അവരുടെ സ്വന്തം കുട്ടികള് നല്ല കുട്ടികളാണെന്നുള്ള ബോധമാണ്. അത് ആദ്യം മാറ്റിയെടുക്കണം. നമ്മളെ കുട്ടികളെ 100% വിശ്വസിക്കണം, പക്ഷെ 100% വിശ്വസിക്കരുത്. അവരെപ്പോഴും നമ്മൾ ഒരു പോയിന്റ് വെച്ച് നമ്മൾ അവരെ വാച്ച് ചെയ്യണം. ബാംഗ്ലൂരിൽ അയക്കുന്ന കുട്ടികളെ പേരൻസ് ഫോണിലെ കൂടി ബന്ധപ്പെടാന്നല്ലാതെ അവർ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അവർ അറ്റൻഡൻസിന്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറില്ല. അതാണ് വലിയൊരു പ്രശ്നം. വളരെ ചുരുങ്ങിയ പേരൻസ് മാത്രമേ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഒരു 70% കേരളത്തിലാണെങ്കിലും 30% കേരളവുമായി ബന്ധപ്പെട്ട് അബ്രോഡിൽ സെറ്റിലായിരിക്കുന്ന പേരൻസിന്റെ മക്കളാണ് ബാംഗ്ലൂരിൽ വരുന്നത്. അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. ബൈക്ക് ഫസ്റ്റ് ഇയർ ചേർന്ന ഉടനെ ഹോസ്റ്റലിൽ ചേർക്കും. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ അവിടെ അവർ ഈ കൂടുതലും അവർ ഉപയോഗപ്പെടുത്തുക ഈ മുസ്ലിം കുട്ടികളാണെങ്കിൽ ആ റൂമിൽ നിസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നോമ്പെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മ ത്രൂ ആണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പം ഒരു 6 മാസം കഴിയും അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സുമായി ചേർത്തിട്ട് പുറത്ത് അവര് റൂംസും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെയാണ് അവരെ കളികൾ തുടങ്ങുന്നത്. പിന്നെ മറ്റ് ഇതര സമുദായക്കാർക്കും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ്. അവർ മതത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഈ കുട്ടികൾ മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അവർ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള ശ്രമം നടത്തുന്നത്. അത് പേരൻസ് ഈ മതത്തിന്റെ പേര് പറയുമ്പോൾ എല്ലാ പേരൻസുകളും അത് പെട്ടെന്ന് അവരുടെ ഈ ട്രാക്കിൽ പോവുകയും ചെയ്യും. ക്യാമ്പസുകൾക്ക് പുറത്താണോ
ഇതിന്റെ ഒരു ഉപയോഗം കൂടുതൽ, അല്ലെങ്കിൽ ക്യാമ്പസുകൾക്കുള്ളിലും ഇത് എത്തിയിട്ടുണ്ടോ? ഏതാണ് ഇതിന്റെ ഒരു സമയവും ഒരു സാഹചര്യവും എങ്ങനെയാണ്? ക്യാമ്പസുകളിൽ നിന്നും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കപ്പെടുന്നുണ്ട്. കുട്ടികളൊക്കെ അവിടുത്തെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്മിസ്. ആ ഒരുപാട് കേസുകൾ നമ്മൾക്ക് വരുന്നുണ്ട്. അവർക്ക് അവരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആ കോളേജുകളിൽ ഉണ്ടാവും. അപ്പൊ ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുക്കണമെങ്കിൽ അവർ 3 years കോഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 4 years കോഴ്സ് ആണെങ്കിൽ 5 years, അത്രയാണ് അവരുടെ കോഴ്സിന്റെ പീരീഡ്. ആ പീരീഡിലെ മുഴുവനും കാശും അവിടെ പേ ചെയ്താൽ മാത്രമേ ഇവർ ഒറിജിനൽ ഡോക്യുമെന്റ് റിട്ടേൺ കൊടുക്കൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യും. ഞങ്ങളത് അത് അവരോട് തന്നെ ഹാൻഡിൽ ചെയ്യണം, പറയാനും നമുക്കത് ഇടപെടാൻ പറ്റൂല. കാരണം ഇവർ ഇല്ലീഗൽ പ്രവർത്തനം നടത്തിയിട്ടാണ് ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നത് തന്നെ. അപ്പൊ ഒരു കാരണവശാൽ നമുക്ക് കോളേജിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് കേസുകളാണ്. ഡ്രഗിന്റെ വിഷയം സംസാരിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എങ്ങനെയാണ് അതിനകത്ത് വ്യത്യാസപ്പെടുന്നത്? അതിന്റെ എണ്ണത്തിൽ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിൽ, അതിന്റെ രീതിയിൽ? ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ വിഷയത്തില് പറയുകയാണെങ്കിൽ പെൺകുട്ടികളാണ് വലിയ വില്ലന്മാര്. അവരാണ് കൂടുതൽ കേരിയസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അവരെ മോണിറ്റർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് തന്നെ പല കേസുകളുണ്ട്. നമ്മൾ ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പേരൻസിന് നമ്മൾ വിവരറിയിച്ചാല് വാദി പ്രതിയാകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പേരൻസിനെ അറിയിച്ചാൽ ആ പേരൻസ് ഉടനെ കുട്ടികളോട് ചോദിച്ചാല് കുട്ടികളെ കൊടുക്കുന്ന മറുപടി, ഡാഡി നിങ്ങൾ അത് വിശ്വസിക്കേണ്ട, അതിന് വേറെ കാരണമുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. അപ്പോൾ വാദി പ്രതിയാകപ്പെടുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. പെൺകുട്ടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ ഈ വീടുകളിൽ ഇത് അറിയുകയോ അല്ലെങ്കിൽ അതിന്റെ സംഗതിയോ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണോ? വേറൊരു ആരോപണം ഉന്നയിച്ച് ആക്ഷേപം പറഞ്ഞു. തുടക്കത്തിൽ അങ്ങനെയാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുക. വീണ്ടും പിന്നെ ബാക്കി ഞങ്ങൾ ഫോളോ ചെയ്യാറ് ഈ വിഷയത്തിൽ. കാരണം ഇല്ലീഗൽ പ്രവർത്തനത്തിന് നമ്മൾ മോട്ടിവേഷൻ പരിപാടി ഞങ്ങൾ ഒരുപാട് നടത്താറുണ്ട്. ഈ കുട്ടികളൊക്കെ പല പരിപാടികൾ ഞങ്ങൾ ക്ഷണിച്ചാൽ തന്നെ ആ കുട്ടി ഈ കാറ്റഗറിപ്പെട്ട കുട്ടി ഞങ്ങളായിട്ട് ഒരു ബന്ധപ്പെടില്ല. ഞങ്ങൾ പല പരിപാടികൾ ആക്ടിവിറ്റീസ് കൂടെ നടത്താറുണ്ട്. ഈ കുട്ടികളെ ഞങ്ങളെ ബന്ധപ്പെടാറില്ല. പിന്നെ ഞങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവാറില്ല. ഇല്ലീഗൽ ആദ്യം പറയും, ഉപദേശിക്കും, പിന്നെ അത് ഔട്ട് ഓഫ് കൺട്രോളായി ഞങ്ങൾ അതിൽ ഇടപെടും. ഈ ഇവിടെ തന്നെ പഠിച്ചു വളരുന്ന, ഇവിടെ തന്നെ കുടുംബങ്ങളുള്ള കുട്ടികളുണ്ട്, പുറത്തുനിന്ന് വരുന്നവരുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ ഡ്രഗിന്റെ ഒരു ഉപയോഗത്തെ ആ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? വെറും ഒരു പ്രായത്തിന്റെ ഘടകം മാത്രമാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്? നിങ്ങൾ ചോദിച്ച വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ബാംഗ്ലൂർ ബോണം ബോട്ടം ഇവിടെ ജനിച്ചു വളർന്ന ഏത് ഭാഷക്കാരാവട്ടെ, ഏത് മതവിശ്വാസികളാവട്ടെ, കുട്ടികൾ 99% കുട്ടികൾ സേഫാണ്. ഇതുപോലത്തെ ഒരു ട്രാക്കിലും അവർ പെടത്തില്ല. ആ ഒരു ചെറുപ്പം മുതൽ കണ്ടു വളർന്നത് കൊണ്ട് ഇതിൽ പെടുന്നതൊക്കെ മുഴുവനും പുറം നാടുകളിൽ ഇടുന്ന കുട്ടികളാണ്. അത് കേരളത്തിൽ നിന്നാവട്ടെ, തമിഴ്നാട് നിന്നാവട്ടെ, ആന്ധ്രയിൽ നിന്നാവട്ടെ, നോർത്ത് സൈഡിൽ നിന്നാവട്ടെ, എവിടെ നിന്നാവട്ടെ, ഗൾഫ് കൺട്രിയിൽ നിന്നാവട്ടെ, പുറത്തുനിന്നാവട്ടെ, പുറത്തുനിന്ന് എടുത്ത കുട്ടികളാണ് ഈ ഒരു വിഷയത്തിൽ ഓവർ സ്വാതന്ത്ര്യം കിട്ടിയ, ഒരു ഫ്രീഡം കിട്ടിയ ഒരു കളിയാണ് അവർ ഇവിടുന്ന് കളിക്കുന്നത്. ആ ഒരു കളിയുടെ ഭാഗം തന്നെയാണ് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ. അത് മലയാളീസ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന മലയാളീസ് പോയി ഫ്രണ്ട്ഷിപ്പ് പോലും ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല, അവർ ചെയ്യാറുമില്ല. കാരണം ഈ കുട്ടികളുടെ കളി ഒരു വിധത്തിലും ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടാറുമില്ല, അവർ അതിൽ താല്പര്യമില്ല. അത് വലിയൊരു വിഷയമാണത്. കുട്ടികളുടെ പേരൻസ് ഇതിനെക്കുറിച്ച് എത്രത്തോളം ഈ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്ഥിതി? അത്തരം അനുഭവങ്ങളുണ്ട്. അത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ബാംഗ്ലൂർ KMCC ഒരുപാട് വർഷങ്ങളെ ഞങ്ങളിവിടെ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. അത് എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, എല്ലാ വിഭാഗങ്ങൾക്കും അറിയാം. കാരണം ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് കേസുകളും ഞങ്ങളാണ് അതിന് ഫേസ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ ഇപ്പൊ KMCC എന്ന് വെച്ചാൽ അണ്ടർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു ഹ്യൂമാനിറ്റി സർവീസ് സംഘടനയാണ്. നാട്ടില് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകന്മാരുടെ മക്കൾ പോലും ബാംഗ്ലൂർ പഠിക്കാൻ വന്നാൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഞങ്ങളുമായി ബന്ധപ്പെടാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാറില്ല. എന്തെങ്കിലും വലിയ ഇഷ്യൂസ് വരുമ്പോൾ മാത്രമേ ഞാൻ മുസ്ലിം ലീഗിന്റെ ഇന്ന ആളാണ്, ഇന്ന പാർട്ടിയുടെ ഇന്നയാളാണ്, ഇങ്ങനെ കുട്ടി പ്രശ്നത്തിൽപ്പെട്ടിട്ട് നിങ്ങളൊന്ന് ഇടപെടാം. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ പേരൻസുകളും കുട്ടികളുടെ കാര്യത്തിൽ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ചിലരിങ്ങനെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ പിടിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ അപകടം പറ്റി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ വീട്ടുകാരുടെ ഒരു പ്രതികരണം, അങ്ങനെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ചില പ്രതികരണങ്ങൾ ഉണ്ടാവും. ഒരു മനുഷ്യന് ആഗ്രഹിക്കുക കുട്ടികൾ അവരുടെ സ്ട്രക്ചർ പിടിക്കണം എന്നാണ്. മരണപ്പെട്ടാൽ അവരുടെ ശവമഞ്ചം കുട്ടികൾ പേരെന്നാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അവരുടെ മറിച്ചാലോചിക്കുക.
കുട്ടിയുടെ ശവമഞ്ചം പിടിക്കുന്ന പേരൻസിന്റെ അല്ല ബന്ധുക്കളുടെ അവസ്ഥ വളരെ ദയനീയ. ഞങ്ങള് ഈ കാര്യത്തില് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നത്, കാരണം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇടപെടുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നത് ഈ പേരൻസിന്റെ മുഖം കണ്ടിട്ടായിരിക്കും. കാരണം വലിയ വിഷമം ഉണ്ടാകും. ഒരു മകന്റെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് പഠനത്തിനോ ജോലിക്കോ ബാംഗ്ലൂരിട്ട് അയച്ച് ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയുടെ ഒരു അവസാന മൊമെന്റിൽ, അവസാന നിമിഷം ഈ പേരൻസ് ശവമഞ്ചം പിടിക്കുന്ന ആ ഒരു രംഗം. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾക്ക് എങ്ങനെയാലും ലീഗൽ വരുന്നുണ്ട്, MLC ആയിരിക്കും, പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിന് ബ്ലഡ് റിലേഷൻസ് കമ്പൽസറിയാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് വളരെ ക്ലോസ് ബ്ലഡ് റിലേഷൻസ്. അപ്പം അവർ വന്നേ പറ്റൂ. അവർ വരുന്നതിൽ ഒന്നുകിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാമനായിരിക്കാം, വളരെ ക്ലോസ് റിലേഷൻ. അവരുടെ ആ ഒരു മുഖം വല്ലാതെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണത്.